ഹലോ ഹായ്, നമുക്കിന്നൊരു പാൽക്കപ്പ ഉണ്ടാക്കിയാലോ. അതിനായി കപ്പ കൊത്തി കഴുകി അടുപ്പിൽ വെച്ച് വേവിക്കുക. നന്നായി തിളച്ച് ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി ഉപ്പ് നന്നായി പിടിക്കാൻ അനുവദിച്ച് ഊറ്റിയെടുക്കുക. ഇങ്ങനെ ഊറ്റിയെടുത്ത കപ്പ വേണം, അതിലേക്ക് വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. അതിനാവശ്യമായ അരപ്പിൽ നമ്മൾ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി മുതലായവയാണ് ചേർക്കുന്നത്. നന്നായി ചതച്ചാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഊറ്റിയ കപ്പയിലേക്കാണ് നമ്മൾ ഈ അരപ്പ് ചേർത്തത്. അതിനോടൊപ്പം 1 കപ്പ് തേങ്ങയുടെ 2ാം പാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കും. ഈ 2ാം പാലിൽ കിടന്ന് ഈ മുളകും ഉള്ളിയും പിന്നെ ധാരാളം കറിവേപ്പിലയും കൂടി ഇടണം. ഇതെല്ലാം ഈ കപ്പയിലേക്ക് നന്നായി പിടിക്കും. അപ്പോൾ ബാക്കിയുള്ള വേവ് ഈ സമയത്താണ് വേകേണ്ടത്. അതുകൊണ്ട് സാവകാശം തീ കുറച്ച് വെച്ച് നന്നായി ആ തേങ്ങാപ്പാൽ വറ്റി വരാനുള്ള സാവകാശം കൊടുക്കണേ. അങ്ങനെ നന്നായി വറ്റി വരുന്ന സമയത്ത് നമുക്ക് കൂടെ കപ്പയൊന്ന് കുഴച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് അരപ്പെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ആ ടേസ്റ്റ് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന സമയം ഇതാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത ഉപ്പ് പോരാഴിയുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും, കൂടുതലായി പോകരുത്. പിന്നെ ഇനി നമുക്കിതിൻ്റെ 1ാം പാലും കൂടി ഒഴിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ കണക്കൂടെ നോക്കി വേണം നമ്മൾ ഉപ്പ് ചേർക്കുവാനായിട്ട്. അടിപൊളിയായ ഒരു വളരെ ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഈ പാൽക്കപ്പ. നന്നായി വറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാൽ ഇതിലേക്ക് ചേർക്കാം. ഈ 1ാം പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായി ഇളക്കി ഈ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം കപ്പ തിളയ്ക്കാതെ നമ്മൾ നോക്കണം. ഇനി നമുക്കിതിൻ്റെ വറവിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായത് വെളിച്ചെണ്ണയാണ്. വേറെ എണ്ണയൊന്നും ഉപയോഗിച്ചാൽ ആ ടേസ്റ്റ് കിട്ടില്ല. ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കടുക് പൊട്ടുകയില്ല. കടുക് പൊട്ടാതെ കിടക്കുമ്പോൾ ആ ഒരു കടിക്കല് ഉണ്ടാവും. ഇനി നമുക്ക് ഉള്ളിയും ചുവന്നുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോകരുതേ, പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിയുമ്പോൾ കറിയുടെ ടേസ്റ്റ് ഏത് വിഭവമായാലും മാറിപ്പോകും. നന്നായി ബ്രൗൺ കളറായതിന് ശേഷം നമുക്കിത് പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ചു വയ്ക്കുക. അപ്പോഴാണ് ആ കറിയുടെ രുചി ശരിക്കും ആയി വരുന്നത്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമ്മൾ കഴിക്കുന്നത് മീൻകറിയുടെ കൂടെയും പുല്ലൻ വറുത്തതിൻ്റെ കൂടെയാണ്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്